അപ്പോഴും ഞങ്ങളെ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയെടുക്കാൻ രാവിലെ പോവുക കേട്ടോ. കൂടെ ചേട്ടനുണ്ട്, ചേട്ടൻ ശരുവായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാടാണ് കേട്ടോ, കാട് പോച്ചയൊക്കെ ആയിപ്പോയി. പോയി ഞങ്ങൾ പോയി വലയെടുക്കും. അപ്പോൾ നിങ്ങളിൽ പലരും പറയുന്നത് കേട്ട് നമ്മുടെ വീഡിയോ ഇംഗ്ലീഷിലാണ് വരുന്നെന്നുള്ളത്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോൾ വലതുവശത്തായി മുകളിൽ സെറ്റിങ്സ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഓഡിയോ ട്രാക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ഇംഗ്ലീഷ് എന്നോ മലയാളം എന്നോ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാനായി ഒരു ഓപ്ഷനും ഉണ്ടാവും. അവിടെ നിങ്ങൾ മലയാളം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് കൂടി ചെയ്യണേ. ഫസ്റ്റിൽ വല എടുക്കാൻ പോകട്ടോ. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് അങ്ങ് പോകാൻ കരുതി. വല ഇവിടുന്ന് എടുത്തു പോയാൽ പിന്നെ വെള്ളം തിരിച്ചിങ്ങോട്ട് സ്പീഡിന് വിട്ടു പോരാവല്ലോ. അതാ മീന് എന്തൊരു മീനേട്ടാ അത്? നമ്മൾ ഇന്നലെ ഇട്ട ഉടനെ വീണതാ ഒരു മീന് ഉണ്ടോ. ഇന്നലെ ഇതായിരിക്കും നമ്മൾ വല കൊണ്ടുവന്ന് ഇട്ടപ്പം ഈ ചരുവത്തിലോട്ട് ഇങ്ങോട്ട് കിടന്ന് അടിച്ചതില്ലയോ. അപ്പുറം മീന് നടക്കുന്നു. എക്കലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ വല കെട്ടിട്ട് കുറേ മീൻ കിടന്ന് അടിക്കുന്നുണ്ട്, സൗണ്ട് കേട്ട്. അങ്ങോട്ടൊക്കെ ആയിരുന്നില്ലേ ഈ മീൻ? ഞുണ്ണയൊക്കെ കയറി കാണും ഇന്നലെ ഏറ്റവും വലിയ. വെള്ളം മൂലയ്ക്കാന്ന് അടിക്കേ. വെള്ളത്തിൻ്റെത് കൊണ്ടായിരിക്കും ഇല്ലയോ? ഇതാണ്ട ഇങ്ങോട്ട് ഒഴുകി കിടക്കുന്നത് ഒരു സൈഡിലോട്ട്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഭയങ്കര വേലിയാറ്റമായിരുന്നു. ചുരുക്ക് ഉടക്കിയല്ലോ അവിടെ, ഉടക്കിയതല്ലേ? കഴിഞ്ഞ വീഡിയോയിലേ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ റെയിൽവേ പാളത്തിനടുത്ത് തന്നെ ആണോ നമ്മൾ വലയിട്ടെന്നുള്ളത്. നമ്മൾ റെയിൽവേ പാളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. അവിടുന്ന് ഒരു 100 മീറ്റർ കാണില്ലയോ? 100 മീറ്റർ കാണാൻ സാധ്യതയില്ല. അപ്പോൾ അത്രയും തൊട്ടടുത്താണ് നമ്മുടെ വീടും നമ്മൾ വലയിടുന്ന ഭാഗവും. അതെന്തോട്ടാ? അങ്ങോട്ടങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളില്. ഉടക്കി കിടക്കുന്നു. അവിടെ തട്ടും.
വേണ്ടേ അത് കവറാണോ? അതൊരു മീനാട്ടോ. ഇന്നലെ ഈ മീനെ കയറിയോളാന്ന് തോന്നുന്നു. ഇളക്കി ഇടാൻ പറ്റുമെങ്കിൽ ഇളക്കി ഇടില്ല, പിന്നെ വീട്ടിൽ ചെന്ന് ഇളക്കി ഇടുക. ചീത്തയായി പോയത്. അയ്യോ, പിച്ചാത്തി എടുത്ത് കരക്കിട്ടതോ ഉണ്ടോ? നാശമാക്കി കളഞ്ഞു. ഉണ്ടോ? വലുതായിരുന്നു. ഇളക്കി പൊട്ടിച്ചങ്ങളെ കളയണ്ട, ഞണ്ടിന് കൊടുക്കാം. ഞണ്ടിന് കൊടുക്കാൻ തീറ്റ ഇരിപ്പുണ്ടോ? ഇല്ല. ഇല്ല, വാഗയുടെ പീസ് ഇല്ലയോ? ഇതമ്മ കഴിച്ച ചാള വരുന്നെങ്കിൽ മേടിക്കണേന്ന്. അത്യാവശ്യം വലുതായിരുന്നില്ലയോ? അയ്യോ, അന്നേരം ഇടുന്ന നമ്മൾ വല ഇട്ടപ്പോഴേ ചാടിയില്ലേ, അത് ഈ മീനായിരുന്നു. അപ്പുറം മീനടിക്കുന്ന കേട്ടോ. അതായിട്ട് കേട്ടോ, നമുക്ക് ഞണ്ടിന് തീറ്റ കൊടുക്കാം. നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന ഞണ്ടിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോ ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്ന് വലയിൽ കയറും. മുള കളഞ്ഞേരെടുത്ത് മുള ഒടിഞ്ഞതാന്നല്ലോ. ഒഴുക്കി വന്നെയാന്ന് തോന്നുന്നു. അടുത്ത കരയ്ക്കോട്ട് എറിഞ്ഞിട്ടേരെ. ഇതിനകത്തൊക്കെ കണ്ടെൻ്റെ അതിനകത്തൊക്കെ മീൻ കയറി നിൽക്കും. അതിൻ്റെ ഹോളിനകത്തൊക്കെ മീനും കരിമീനൊക്കെ കയറിയില്ലയോ? ഭയങ്കര വെള്ളം. മെമ്മു പോകുന്നു, മെമ്മു. ഇപ്പം ഈ പോകുന്ന ട്രെയിൻ ഇവിടെ നിർത്തുന്ന ട്രെയിനാണ്, കൊല്ലത്തുനിന്ന് വരുന്നതായിട്ടോ. ഇതിവിടെ നിർത്തും. ഞങ്ങൾക്ക് കൊല്ലത്ത് പോകാനൊക്കെ ഏറ്റവും സൗകര്യമാണ്. കാരണം രാവിലെ തന്നെ 2-3 വണ്ടിയുണ്ട് ഇവിടെ നിർത്തുന്നത്. അത് കഴിഞ്ഞ് 11 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 2:45, പിന്നെ അത് കഴിഞ്ഞ് 4 മണിക്കുണ്ട്. പിന്നെ കൊല്ലത്തിന് പോകാൻ അത് കഴിഞ്ഞ് പിന്നെ 8 മണിക്ക് 7:30 ട്രെയിനുണ്ട്, 8 മണിക്ക്. കുറേ ട്രെയിനുകളുണ്ട് ഇവിടെ നിർത്തുന്നത്. അപ്പം അതുകൊണ്ട് കൊല്ലത്തിന് പോകുന്നതിന് ആയാലും ഇതെന്തുവാ, നമ്മുടെ ആണോ പൊങ്ങാന്നോ? നമ്മളിവിടെ വിട്ട് തിരിച്ചു കൊണ്ടിട്ടേ അല്ലയോ? അപ്പം ഞാൻ വിചാരിച്ചാൽ വേറെ ആരോ വലയിട്ടെന്ന്. അതിന് കൊല്ലത്ത് പോകുന്നതിന് ആയാലും കരുനാഗപ്പള്ളിക്കോ ആലപ്പുഴയ്ക്കോ ഒക്കെ പോകുന്നതിന് നമുക്കൊരു വിഷമിക്കേണ്ട കാര്യമില്ല. സമയം കണ്ടെത്തി പോയാൽ മതി. അത് കൂട്ടി കെട്ടിയിട്ടോ. ഈ സൈഡ് അപ്പുറത്തെ സൈഡ് ചേർത്തിടണം വലയിനി. ഉണ്ട്. ഒരു ഞണ്ട് ഉണ്ടോ? തോട്ടിയണ്ട. ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ വല എടുത്ത് തീർന്നില്ലയോ?